കൂടി വന്നു കഴിഞ്ഞാൽ ഇന്ന് രാവിലെ 10:30 ഇന്ത്യൻ സമയം 10:30 തുടങ്ങിയ ഈ യാത്ര അത് 17 മണിക്കൂർ പൂർത്തിയാക്കിയാണ് ഇപ്പോൾ ഭൂമിയിലേക്ക് എത്തിയിരിക്കുന്നത്. 10:30 തുടങ്ങി പിന്നീട് 13 മണിക്കൂർ എടുത്ത് പുലർച്ചെ 17 മണിക്കൂർ എടുത്ത് പുലർച്ചെ 3:27 ഭൂമിയിൽ പതിച്ചത്. അത് വളരെ മനോഹരമായ വളരെ അക്യുറേറ്റ് ആയിട്ടുള്ള ഒരു സ്പ്ലാഷ് ഡൗണിലൂടെയാണ് ഈ പേടകം ഭൂമിയിലേക്ക് എത്തിയത് എന്ന് മനസ്സിലാക്കിയത്. അടുത്ത ആസ്ട്രോനോട്ട് അത് ആരാണ് എന്നറിയാനുള്ള കാത്തിരിപ്പാണത്. ആസ്ട്രോനോട്ട് ആണോ ഇനി ബാക്കിയുള്ളത് ഗുർബനോവ് ആണ്? ഞാൻ മനസ്സിലാക്കുകയാണെങ്കിൽ അത് സുനിതയും ഗുർബനോവ് മാത്രമാണ് ഇനി ബാക്കി അതിനകത്തുള്ളത്. അത് ആരായിരിക്കും അടുത്ത് പുറത്തേക്ക് ഇറങ്ങുക എന്നാണ് നമ്മുടെ അടുത്ത ചോദ്യം. അതിനുള്ള ഉത്തരം അല്പ നിമിഷങ്ങൾക്കകം ഉണ്ടാകും. സുനിത വില്യംസ് പുറത്തിറങ്ങുന്നത് കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരുടെ എണ്ണം, അവരുടെ ക്ഷമ നശിക്കുന്നവർ പറയുന്നു സെക്കൻഡ് പേഴ്സൺ അലക്സാണ്ടർ ഗുർബനോവ് ആണെന്ന് വേണു ശങ്കർ എന്ന് പറയുന്ന ഒരു പ്രേക്ഷകൻ പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇനിയുള്ളത് സുനിത വില്യംസും ബുച്ച് വിൽമോറും മാത്രമാണ്. എനിക്കത് മനസ്സിലായിട്ടില്ല ആരാണെന്നുള്ളത്. നമ്മുടെ പ്രേക്ഷകർ പറയുന്നു അലക്സാണ്ടർ ഗുർബനോവ് ആണെന്ന് പറയുന്നുണ്ട്, റഷ്യക്കാരനാണെന്ന് പറയുന്നുണ്ട്. യെസ്, മേ ബി അതായിരിക്കണം. എനിക്ക് ആ ഇൻഫർമേഷൻ എനിക്ക് കിട്ടിയിട്ടില്ല. വിഷ്ണുനൊന്ന് ചെക്ക് ചെയ്യാം. വിഷ്ണു, രണ്ടാമത്തെ ആൾ അലക്സാണ്ടർ ഗുർബനോവ് ആണ് എന്നാണ് പ്രേക്ഷകർ പറയുന്നത്. വിൽ ചെക്ക് ഇറ്റ്, വിൽ കൺഫേം ഇറ്റ്. അപ്പൊ എന്തായാലും അടുത്ത ആൾ ആരാണെന്ന് നോക്കാം. സുനിത വില്യംസ് നമുക്ക് കാണണം. അതാണ് നമ്മുടെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും വലിയ ആകാംക്ഷ. അത് അടുത്ത നിമിഷത്തിൽ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. സുനിത വില്യംസ് പുറത്തേക്ക് വരണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ കുറെ മിനിറ്റുകളായി ഇപ്പോൾ സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 4:22 3:27 പേടകം സ്പ്ലാഷ് ഡൗൺ ചെയ്തത്. ഇപ്പോൾ കൺഫർമേഷൻ വരുന്നു. നേരത്തെ പ്രേക്ഷകൻ പറഞ്ഞത് ശരിയാണ്. അലക്സാണ്ടർ ഗുർബനോവ് റഷ്യക്കാരനായ ആ കോസ്മോനോട്ടാണ് രണ്ടാമതിറങ്ങിയ ആൾ. അങ്ങനെയെങ്കിൽ ഇനിയിപ്പോൾ ബാക്കി ഉള്ളത് നമ്മുടെ 2 പേർ, അതായത് 9 മാസം ബഹിരാകാശ നിലയത്തിൽ പുറത്തേക്ക് സുനിത വില്യംസ് ഇതാ അങ്ങനെ മദർത്തിലേക്ക് തിരികെ സുനിത വില്യംസിനെ പുറത്തേക്ക് എത്തിച്ചിരിക്കുകയാണ്. അങ്ങനെ എക്സ്പേർട്സിന്റെ സഹായത്തോടെ അവർ താങ്ങിപ്പിടിച്ച് സുനിത വില്യംസിനെ ഇതാ ഭൂമിയിലേക്ക് തിരികെ വെൽക്കം ചെയ്യുന്നു. അവരെ ഒരു സ്ട്രക്ചറിൽ പുറത്തേക്ക് കൊണ്ടുപോവുകയാണ്. പുറത്തേക്ക് മീൻസ് ഷിപ്പിനകത്തേക്ക് കൊണ്ടുപോവുകയാണ്. ഇനിയാണ് അവരെ ഹ്യൂസ്റ്റണിലേക്ക് കൊണ്ടുപോവുക. ആദ്യ അവരുടെ പ്രതികരണം, അവരുടെ മുഖത്ത് അവർ കൈവീശി അവരുടെ സന്തോഷം എല്ലാവരുമായി പങ്കുവെക്കുന്ന കാഴ്ച, സുന്ദരമായ കാഴ്ച. അങ്ങനെ സുനിത വില്യംസ് പുറത്ത് ഇറങ്ങിയിരിക്കുന്നു, ഭൂമിയെ തൊട്ടിരിക്കുന്നു. അവർക്ക് മറ്റാരോഗ്യ പ്രശ്നങ്ങളില്ല. ഫസ്റ്റ് ഫ്രെയിമിൽ എവറിത്തിങ് ഈസ് ഓക്കെ. അവർ വളരെ സന്തോഷവതിയായി കാണപ്പെട്ടു. അങ്ങനെ സുനിത വില്യംസ് എന്ന നമ്മുടെ അഭിമാനം, ഇന്ത്യയുടെ അഭിമാനം പുറത്തേക്ക് എത്തിയിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ ബുച്ച് വിൽമോർ എന്ന മറ്റൊരു എക്സ്പേർട്ട് സുനിതയ്ക്കൊപ്പം ഈ മിഷനിൽ പങ്കെടുത്ത, ഈ എക്സ്റ്റൻഡഡ് മിഷനിൽ പങ്കെടുത്ത മറ്റൊരാൾ ബുച്ച് വിൽമോർ ആണ്. ബുച്ച് വിൽമോറും പുറത്തേക്ക് എത്തുന്നതോടുകൂടി ഈ 4 പേരും പുറത്തേക്ക് എത്തുന്നു. ബുച്ച് വിൽമോറിനെ എഴുന്നേൽപ്പിക്കാനുള്ള ശ്രമം. യെസ്, ബുച്ച് വിൽമോർ ഈസ് ഓൾമോസ്റ്റ് സ്റ്റഡി. അദ്ദേഹത്തിന് സഹായം കിട്ടിയെങ്കിൽ അദ്ദേഹം ഒന്ന് സ്റ്റഡിയായി നിന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ ബാലൻസിങ് അങ്ങനെ പോയിട്ടില്ല എന്ന് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ നേരത്തെ ആവർത്തിച്ച് പറയുന്നു, ഇവരെല്ലാം എക്സ്പേർട്സ് ആണ്. ഈസ് വെരി വെരി ഹാപ്പി, ഈസ് വെരി മച്ച് ഹാപ്പി. ആ രീതിയിലുള്ള പ്രതികരണം അദ്ദേഹത്തിന്റെ മുഖത്തിൽ നമുക്ക് വായിച്ചെടുക്കാം. അദ്ദേഹം ചിരിച്ച് എല്ലാവരോടും തംസപ്പ് കാണിച്ച് കൈവീശി കാണിച്ചാണ് അദ്ദേഹം ഇപ്പോൾ പുറത്തേക്ക് ആ സ്ട്രക്ചറിൽ മാറിയിരിക്കുന്നത്. ഇനിയിപ്പോൾ ഈ ഡ്രാഗൺ 9 പേടകം അത് അഭിമാന പേടകമായി മാറുന്ന കാഴ്ച. ഈ പേടകമാണ് കഴിഞ്ഞ 17 മണിക്കൂർ നേരം കൊണ്ട് ഈ 4 പേരെയും ബഹിരാകാശ നിലയത്തിൽ നിന്നും താഴെ ഭൂമിയിലേക്ക് എത്തിച്ചത്. ഇനിയുള്ളത് എത്രയും പെട്ടെന്ന് ഈ 4 പേരെയും ഹ്യൂസ്റ്റണിലേക്ക്, ജോൺസൺ സയന്റിഫിക് സെന്ററിലേക്ക് മാറ്റുക എന്നുള്ളതാണ്. ഹ്യൂസ്റ്റണിലെ നാസയുടെ സെന്ററിലേക്ക് മാറ്റുക എന്നുള്ളതാണ്. അവിടെയാണ് അവർക്ക് തുടർ പരിശോധനകളും ചികിത്സകളും ഒക്കെ ലഭ്യമാക്കുക. ഇപ്പോൾ നമുക്ക് മറ്റൊരു ആംഗിളിൽ നിന്നുള്ള ദൃശ്യം കൂടി ലഭ്യമാണ്. ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ചില മിഷൻസ് പൂർത്തിയാക്കി, ചില പരീക്ഷണങ്ങൾ പൂർത്തിയാക്കിയാണ് സുനിത വില്യംസും ബുച്ച് വിൽമോറും അടങ്ങുന്ന ഈ 4-അംഗ സംഘം ഇപ്പോൾ ഭൂമിയിലേക്ക് തിരികെ എത്തിയിരിക്കുന്നത്. ആദ്യം പുറത്തിറങ്ങിയത് ഈ ടീമിന്റെ മിഷന്റെ കമാൻഡറായിരുന്ന നിക്കി ഹേഗാണ്. അതിനുശേഷം അതിന് പിന്നാലെ റഷ്യക്കാരനായ കോസ്മോനോട്ട് അലക്സാണ്ടർ ഗുർബനോവ് ഇറങ്ങി. മൂന്നാമതായി നമ്മുടെ ഇന്ത്യയുടെ അഭിമാനം, സുനിത വില്യംസ് പുറത്തേക്കിറങ്ങി. ഏറ്റവും ഒടുവിൽ പുറത്തേക്കിറങ്ങുന്നത് ബുച്ച് വിൽമോർ. അങ്ങനെ 4 പേരും ഭൂമിയുടെ മാറിൽ തൊട്ടിരിക്കുന്നു. ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് അവർ എത്തിയിരിക്കുന്നു. ആ ഭൂമിയുടെ സുഖം അവർ അനുഭവിക്കുന്നു. ഇനിയുള്ളത്
ഘട്ടം ഘട്ടമായി അവർ പൂർണ്ണമായും അവരുടെ പഴയ രീതിയിലേക്ക് അവർ തിരികെ എത്തണം. അതിനായുള്ള കാത്തിരിപ്പിലാണ് ഇനി അത് ആഴ്ചകളോളം ആ സമയം എടുക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇനി ഏറ്റവും പ്രധാനപ്പെട്ട അടുത്ത ഒഫീഷ്യൽ കൺഫർമേഷൻ നൽകണമെങ്കിൽ അതൊരു പ്രസ് കോൺഫറൻസ് വിളിച്ചായിരിക്കും നാസ അറിയിക്കുക. ഇതാണ് ആ നിമിഷം സുനിത വില്യംസിനെ നമ്മൾ ഭൂമിയിൽ തിരികെ എത്തിക്കേണ്ട ആദ്യ ഫ്രെയിം. അവർ ചിരിച്ച് എല്ലാവരോടും കൈവീശി കാണിച്ച് വളരെ സന്തോഷവതിയായാണ് സ്ട്രെച്ചറിലേക്ക് മാറിയത്. അങ്ങനെ അവർ തിരികെ ഭൂമിയിലേക്ക് എത്തിയിരിക്കുന്നു. 17 മണിക്കൂർ നീണ്ട നിർണായകമായ ആ യാത്ര അത് പൂർത്തിയാക്കിയാണ് ഈ 4 സംഘം തിരികെ ഭൂമിയിലേക്ക് എത്തിയത്. കൈവീശി കാണിച്ച് വീണ്ടും തംസപ്പ് കാണിച്ച് സുനിത വില്യംസ് പുറത്തേക്ക് അല്ലെങ്കിൽ കപ്പലിനകത്തേക്ക് പോകുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഇതാ വളരെ വളരെ സന്തോഷവതിയാണ്. ഷീസ് വെരി 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 ഓക്കെ. വളരെ ഹാപ്പി ആയിട്ടാണ് അവർ സംസാരിച്ചതും. എനിക്ക് തോന്നുന്നു അവർ തമ്മിലൊരു ആശയവിനിമയം അവിടെ നടത്തിയിട്ടുണ്ട്. സംസാരിക്കുന്നതൊക്കെ നമ്മൾ കാണാം. എന്ത് പറഞ്ഞു എന്നുള്ളത് നമുക്ക് ക്ലിയർ അല്ല എങ്കിൽ കൂടി ആ ക്രൂ മെമ്പേഴ്സിനോട് വളരെ സന്തോഷവതിയായി ചിരിച്ച് മറുപടി പറഞ്ഞാണ് ഇപ്പോൾ സുനിത അവർ തിന്നുകൊണ്ടിരുന്നത്, അവർ കഴിച്ചുകൊണ്ടിരുന്നത് സ്പേസിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഫുഡ് ഐറ്റംസ് മാത്രമാണ്. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ സാധാരണഗതിയിലുള്ള ഭക്ഷണ പദാർത്ഥമൊക്കെ അവർക്ക് കഴിച്ചു തുടങ്ങാൻ പ്രയാസമായിരിക്കും. അതിനൊക്കെ സമയമെടുക്കും. ആ ഘട്ടങ്ങളിലൂടെയൊക്കെ ഇനി അവർക്ക് പോകേണ്ടതുണ്ട്. പക്ഷേ അതായത് ഇപ്പോൾ ഭൂമിയിലെത്തിയ ശേഷവും അവർക്ക് മുന്നിലുള്ള പ്രതിസന്ധികൾ തീരുന്നില്ല. അത് ഒക്കെ ഘട്ടം ഘട്ടമായി പൂർത്തിയാക്കി പഴയ ജീവിതത്തിലേക്ക് മടങ്ങിയെത്തുകയും ചെയ്യും. ഒരിക്കൽ കൂടി കഴിഞ്ഞ മണിക്കൂറിൽ സംഭവിച്ചത് എന്താണ്, എങ്ങനെയാണ് ഈ പേടകം ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിച്ചത് എന്ന് കാണിക്കുന്ന ദൃശ്യങ്ങളിലേക്ക് ഒരിക്കൽ കൂടി നമ്മൾ തിരിച്ചു പോവുകയാണ്. ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് ഇതിന്റെ ആ സിലിണ്ടറിക്കൽ ഭാഗം മാത്രമാണ്. മറ്റേ ഭാഗം വേർപെട്ടുപോയ ശേഷം, അതായത് ഈ പേടകത്തിന്റെ സിലിണ്ടറിക്കൽ ഭാഗത്ത് മാത്രമാണ് ഭൂമിയിലേക്ക് തിരികെ എത്തിയത് എന്ന് നമുക്കറിയാം. ആ പേടകം താഴേക്ക് പതിക്കുന്ന രംഗമാണ്, അതിന്റെ വീഡിയോ ആണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ഒരു തീഗോളമായി അതിങ്ങനെ താഴേക്ക് വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ച. ഇത് പകർത്തിയത് നാസയുടെ തന്നെ B-57 എന്ന് പറയുന്ന എയർപ്ലെയിനിൽ ഘടിപ്പിച്ച ക്യാമറ ഉപയോഗിച്ചാണ്. പിന്നീട് കുറച്ചുകൂടി തെളിവോടെ നമ്മൾ ഇങ്ങനെ കണ്ടു. ആ സമയത്താണ് ഈ പാരച്യൂട്ടുകൾ വിടരുന്നത്. ആ സമയത്തും കാണാൻ ചുട്ടുപഴുത്ത നിലയിലുള്ള